പ്രൊഫസർ എജി ജോർജ് സാർ, ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് തുടർ തട്ടിപ്പുകളും വ്യാജ പ്രചാരണങ്ങളും തടയുന്നതിന്റെ ഭാഗമായി പ്രമുഖ മെസ്സേജിംഗ് ആപ്പ് ടെലഗ്രാമിന് ഇന്ത്യയിൽ താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ജൂൺ 21 നടക്കാനിരിക്കുന്ന നീറ്റ് UG 2026 പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി ജൂൺ 22 വരെയാണ് ഈ ഒരു ആക്സസ് പരിമിതപ്പെടുത്തുകയും ഒപ്പം ജൂൺ 30 വരെ ഈ മെസ്സേജുകൾ എഡിറ്റ് ചെയ്യുന്നത് തടയാനുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സാർ, എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു നീക്കത്തെ നോക്കിക്കാണുന്നത്? ജമീഷെ, നമ്മൾ സാധാരണ നാടൻ പ്രയോഗമുണ്ടല്ലോ, മുഖം വികൃതമാകുന്നതിന് കണ്ണാടി തല്ലി പൊട്ടിക്കുക എന്ന ഒരു പ്രയോഗമുണ്ട് മലയാളത്തിൽ. ഇത് യഥാർത്ഥത്തിൽ അതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ് ഇത്രയും കേന്ദ്ര പരീക്ഷകൾ മുഴുവൻ തട്ടിപ്പിനും അതുപോലെ തന്നെ ഇതുപോലെയുള്ള അഴിമതികൾക്കും വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. എത്രയോ പരീക്ഷകളാണ് ഇതിനോടകം തന്നെ ഇന്ത്യയിൽ ഈ ദേശീയ പരീക്ഷാ ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സിവിൽ സർവീസ് പരീക്ഷ മുതൽ നീറ്റ് മുതൽ അതുപോലെ തന്നെ പല തരത്തിലുള്ള ഔദ്യോഗികമായിട്ടുള്ള ജോലി സംബന്ധമായിട്ടുള്ള പരീക്ഷകൾ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ ഉപരിപഠനത്തിന് ആവശ്യമായിട്ടുള്ള പരീക്ഷകളൊക്കെയാണല്ലോ UPSC അതുപോലെ സിവിൽ സർവീസ് എക്സാമിനേഷൻ ബോർഡ്, ഏറ്റവും ഒടുവിൽ രൂപീകരിക്കപ്പെട്ടതായ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന NTA, നീറ്റ്, അതുപോലെ തന്നെ നെറ്റ് തുടങ്ങിയ പരീക്ഷകളൊക്കെ നടത്തുന്ന ഏജൻസികളൊക്കെ എത്രയോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളെയാണ് ഇതുപോലെ പരീക്ഷിച്ച് വിജയിപ്പിച്ചും തോൽപ്പിച്ചും വിട്ടിട്ടുള്ളത്. അന്നൊന്നും ഉണ്ടാകാത്ത വിധം ഇപ്പോൾ ഈ ക്രമക്കേടുകളും അതുപോലെ തന്നെ വലിയ തട്ടിപ്പുകളും ചോദ്യപേപ്പർ ചോർച്ചയും